ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പോളയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ പോള ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മക്രോണി വെച്ചിട്ടാണ്. അപ്പോൾ മക്രോണി വെച്ചിട്ട് പോള ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും തീരെ ടേസ്റ്റ് ഇല്ല. അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു മക്രോണി പോള തന്നെയാണ് ഞാനിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കന് സാധാരണ മഞ്ഞളും ഉപ്പും മുളകും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ചിക്കനാണ്. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റട്ടോ. വേറൊരു എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളകും കൂടെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, വലിയ ജീരകം പൊടിച്ചത് 1/4 സ്പൂണ്, പിന്നെ ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല 1/4 സ്പൂണ് അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ടെടുക്കാം കേട്ടോ. ഒരു നുള്ളു ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, മുളക് പൊടി ഇടാതെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു കൂട്ടുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മക്രോൺ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിന് ഞാനിതവിടെ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മക്രോണി വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഞാനൊരു കപ്പ് മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിയുന്നത് ചെറിയ മക്രോണി തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മക്രോണി ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്ത് തന്നെ വരണം കേട്ടോ. അപ്പോൾ ഇനി ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അത് ഞാനങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. മക്രോണി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉണക്കമുളക് പൊടിച്ചത് 1/4 സ്പൂണോളം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു നുള്ളു ഉപ്പ് കേട്ടോ. നമ്മൾ മക്രോണിയിൽ ഉപ്പിട്ടതാണ്, ഉള്ളിയൊക്കെ വാട്ടിയെടുത്തുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഈ ഒരു മുട്ടയ്ക്കുള്ള ഉപ്പ് മാത്രം എടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. മൈദ അധികം ആവേണ്ട, ഒരു 5 മുട്ടക്ക് 3 സ്പൂൺ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് മയോണൈസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് നമ്മൾ വാട്ടി വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമ്മൾ വേവിച്ചിട്ട് വെച്ച മക്രോണി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മുട്ട മേലെ പൊന്തി നിൽക്കുന്ന രീതി ആവുന്നത് വരെ മക്രോണി ഇട്ടെടുത്താൽ മതി. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇട്ടെടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ മുട്ട ഇങ്ങനെ മേലെ പൊന്തി നിൽക്കണ്ടല്ലോ, മക്രോണി കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത്രക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നെയ്യില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓയിലാക്കി കൊടുത്താലും മതി. ഇനി നമ്മുടെ കൂട്ടി വെച്ച മക്രോണിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീ കത്തിക്കരുത് കേട്ടോ ഈ സമയമൊന്നും, കാരണം മുട്ടയല്ലേ വേഗം അടി കരിയാനുള്ള സാധ്യത ഉണ്ട്. ഇത് അതേപോലെ കേട്ടോ. അപ്പോൾ മക്രോണി അല്ലല്ലോ മുന്നിട്ട് നിൽക്കുന്നത്, മുട്ടയാണല്ലോ, അതേപോലെ ചെയ്യട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കഴിവിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് അലങ്കരിക്കാം. ഇനി ഇതേപോലെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത്. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം.
അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ അയക്കണമെന്നുള്ളത്. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ എൻ്റെത് ഇവിടെ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേന് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കട്ടോ. ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടൊന്ന് കമഴ്ത്തിയാൽ മതി. അപ്പോൾ അതങ്ങനെ കമഴ്ത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യാക്കി കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചിട്ടെടുക്കട്ടോ. തിരിച്ചിട്ടെടുക്കുന്ന സമയത്ത് ഒരു 3-4 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ താഴെ പാൻ വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. താഴെ പാൻ വെക്കാതെയാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മക്രോണി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പീസ് മതി കേട്ടോ. ജ്യൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പോള തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മടിക്കാതെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.